എന്തല്ല ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ? അമ്മണ്ട് കൊടുവാളിനൊക്കെ മൂർച്ചുണ്ടോ എന്നൊക്കെ നോക്കി വരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ കുത്തി നിറച്ച് അങ്ങനെ നേരെ മാമൻ്റെ അടുത്ത് പോയി. അവിടെ എത്തിയപ്പോൾ ആരും വന്നില്ല. ഇന്ന് കുറച്ച് കാട് വെട്ടുന്ന പരിപാടിയാണ് കേട്ടോ. ബാബുവേട്ടനെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് ദിവസം തന്നെ ബാബുവേട്ടൻ വന്ന്. ഞാനും ബാബുവേട്ടനും കൂടി വെട്ടാമെന്ന് വിചാരിച്ച്, കാരണം എൻ്റെ മിഷൻ ഒന്നായി കേടായി നന്നാക്കാൻ കൊടുത്താണ്. ബാബുവേട്ടൻ ഈ തലയ്ക്ക് തന്നെ വെട്ടി തുടങ്ങിയത്. ബാബുവേട്ടൻ ആദ്യമേ പറഞ്ഞ് കുറ്റിയൊക്കെ ഇങ്ങനെ വെട്ടിപ്പോയിക്കോ, മിഷൻ ഞാൻ അടിച്ചു പോരാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറ്റിയൊക്കെ ഇങ്ങനെ വെട്ടി പോയിക്കൊണ്ടേ നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാനൂർ വന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങളെ വലിയ കുറ്റി ഇങ്ങനെ വെട്ടിക്കോളി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊക്ക് വന്ന് കിട്ടോ, പുല്ല് വെട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊക്ക് വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മാമനും ഉണ്ട് കുറ്റിയൊക്കെ മുറിക്കുന്നത്. മാമൻ മാത്രമല്ല മാമൻ്റെ മക്കളും വന്ന് നിൽക്കുന്നത്. ഓരെ കൊണ്ടാകുന്ന രീതിയിൽ ഓരും പണിയെടുക്കുന്നുണ്ട്, അമ്മേനെ കൊണ്ടാകുന്ന രീതിയിൽ അമ്മയും പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒത്ത് പിടിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അത് തീരുമല്ലോ. പണ്ടത്തെ കാരണവരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലമൊക്കെ നല്ല വൃത്തിയിലും വെടിപ്പിലും കാട് വെട്ടിയും വരമ്പ് മാടിയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ അതാ കാട് മൂടി കിടക്കുന്നത്. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ടാവും. എന്തായാലും നമുക്ക് ഇതിനൊന്നും ആവാത്തതുകൊണ്ട് ഇതിങ്ങനെ കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഊരി വെക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ കാട് വെട്ടുന്നത് തന്നെ. താഴത്തെ സുജിനും അവൻ്റെ അച്ഛനും വിറക് എടുത്തുകൊണ്ട് ഓരോട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ, ഇഷ്ടം പോലെ വിറകുണ്ട്. ഒരു വിധ അയക്കുന്നത് നല്ല ചൂടാണ്. എന്തായാലും ഒരു ദിവസം കൊണ്ട് തീരില്ല. ബാബണ്ണ അതുപോലെ മാക്സിമം മൂപ്പര് വെട്ടി, ഞങ്ങളും എല്ലാവരും കൂടി കുടുവാളെടുത്ത് വെട്ടി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പോയിക്കോളി, എന്തായാലും ഇത് തീരൂല. അങ്ങനെ അമ്മമ്മയും മൂത്തമ്മയും ഏട്ടനൊക്കെ പോകാനുള്ള പരിപാടിയാണ്. മാമൻ എന്തായാലും താമരശ്ശേരിക്ക് ആക്കി കൊടുക്കുക അറിഞ്ഞുകൊണ്ട് അവർക്ക് വലിയൊരു ഉപകാരമായി. അപ്പോൾ ഓരങ്ങോട്ടും പോയി, ഞങ്ങൾ വീട്ടിലേയും പോയി. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.